ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വാർത്തകൾ തുടരുന്നു. സർക്കാരിന്റെയും ഗതാഗത മോട്ടോർ വാഹന വകുപ്പുകളുടെയും വഞ്ചനകൾക്കെതിരെ പ്രതിഷേധ സമരത്തിനൊരുങ്ങി യൂസ്ഡ് വെഹിക്കിൾ ഡീലേഴ്സ് ആൻഡ് ബ്രോക്കേഴ്സ് അസോസിയേഷൻ. വാങ്ങുന്ന വാഹനത്തിന് RC യഥാസമയം ലഭിക്കാത്തത് ഈ മേഖലയെ തകർത്തിരിക്കുകയാണെന്നും ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. വാഹനങ്ങളുടെ RC ബുക്ക് ഗവൺമെന്റ് പ്രിന്റ് ചെയ്ത് തന്നില്ല. പെർമിറ്റ്, ഡ്രൈവിംഗ് ലൈസൻസ് പോലുള്ള സാധനങ്ങൾ പ്രിന്റ് ചെയ്ത് നമുക്ക് തരുന്നില്ല. അതിന്റെ ഫീസുകളും പോസ്റ്റേജ് ചാർജ് ഉൾപ്പെടെ മുൻകൂർ വാങ്ങിയിട്ടാണ് ഗവൺമെന്റ് ഈ നിലപാട് സ്വീകരിച്ചിട്ടുള്ളത്. മുമ്പ് കാലങ്ങളിൽ 4 ദിവസം കൊണ്ട് ഒരു RC ട്രാൻസ്ഫർ കൊടുത്താൽ കിട്ടുമായിരുന്നു. ഇപ്പൊ ഡിജിറ്റൈസേഷൻ എന്ന പേരിൽ പുതിയ സംവിധാനം വന്നു. അത് സ്വകാര്യ പ്രസ്സുകാർക്ക് ഗവൺമെന്റ് കോൺട്രാക്ട് കൊടുക്കുകയുണ്ടായി. ആ പ്രസ്സുകാർക്കോ പോസ്റ്റ് ഓഫീസിലോ പണം കൊടുക്കാതെ ഭീമമായ തുക 13.5 കോടി റുപ്യോളം പ്രസ്സുകാർ കൊടുക്കാണ്. പോസ്റ്റ് ഓഫീസിൽ 3.5 കോടി റുപ്യയും കൊടുക്കാണ്. 8 കോടി റുപ്യ കൊടുക്കാണ് പോസ്റ്റ് ഓഫീസിൽ. ഇതുകൊണ്ട് പോസ്റ്റൽ ഡിപ്പാർട്ട്മെന്റ് ഇത് സ്വീകരിക്കുന്നില്ല, നമുക്ക് എത്തിച്ചേരുന്നില്ല. പ്രസ്സുകാർ ഇത് പ്രിന്റ് ചെയ്യുന്നില്ല. ഇതുകൊണ്ട് ഈ വ്യാപാര മേഖല ആകെ തകർന്നിരിക്കുകയാണ്. വാഹന ഉടമകളെയും യൂസ്ഡ് വാഹന വ്യാപാരികളെയും ഇടനിലക്കാരെയും ബുദ്ധിമുട്ടിച്ചുകൊണ്ട് കേരള മോട്ടോർ വാഹന വകുപ്പ് കാണിക്കുന്ന ഉദാസീന നയങ്ങൾക്കെതിരെ മെയ് 21-ന് കേരളത്തിലെ മുഴുവൻ യൂസ്ഡ് വെഹിക്കിൾ ഡീലേഴ്സ് ആൻഡ് ബ്രോക്കേഴ്സ് അസോസിയേഷൻ അംഗങ്ങളും ജില്ലകളിലെ RTO ഓഫീസുകൾക്ക് മുന്നിൽ ധർണാ സമരവും മാർച്ചും നടത്തും. കോഴിക്കോട് സിവിൽ സ്റ്റേഷനിലെ RTO ഓഫീസിലേക്ക് നയിക്കുന്ന മാർച്ച് എരഞ്ഞിപ്പാലത്തു നിന്നും ആരംഭിക്കും. ധർണാ സമരം സംഘടനാ സംസ്ഥാന വൈസ് പ്രസിഡന്റ് എയർലൈൻസ് അസീസ് ഉദ്ഘാടനം ചെയ്യും. വാർത്താ സമ്മേളനത്തിൽ ജില്ലാ പ്രസിഡന്റ് ലത്തീഫ് കുറുങ്ങോട്, ജനറൽ സെക്രട്ടറി അബ്ദുള്ള വടകര, മുസ്തഫ ഹാജി തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ബേപ്പൂർ ന്യൂ മാഹി പരിസരത്ത് പുതിയ കുടുംബ കൂട്ടായ്മ. ന്യൂ ടാഗോർ റെസിഡൻസ് അസോസിയേഷൻ